ബാക്കി എന്തെങ്കിലും സംസാരിക്കുന്ന 4 മാസം ഞാൻ കണ്ട അവിടെ കിട്ടിയേക്കണേ 7ാമത്തെ ഇടയ്ക്ക് കോഡ് നമ്മൾ പോയിട്ട് നന്നായി വേറൊരു ഡെവലപ്മെന്റ് ലൈഫിൽ ത്യാഗമുള്ള ജീവിതമാണ്. മനസ്സ് നമുക്ക് മാതൃകാക്കാവുന്നൊരിക്കില്ല, കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മോനും ലൈഫിൻ്റെ ചെയ്യാൻ പറ്റാത്തതൊന്നും ഇത് 4 വർഷത്തോടെ ശരിയാക്കി നമ്മളോടൊക്കെ കടയിലൊക്കെ പറഞ്ഞ് സൈസാക്കി ആളെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങണമല്ലോ. നല്ല മോശമാണ്. 2-3 മാസം കഴിഞ്ഞ് മേടിച്ചോളെന്ന് പറഞ്ഞത്. എറണാകുളത്തുണ്ട്. സമയം കിട്ടില്ല. സമയം കിട്ടാത്തോണ്ട് വരുന്നതാണ്.
ഞാൻ റീപ്ലൈ ഗ്രൂപ്പിൽ വരും. നമ്മുടെ 10 മണിയാകുമ്പോഴാണ് 4.5 മണിക്കൂർ. സമയം 10 മണിക്കൂറാണ്. 4.5 മണിക്കൂർ അല്ലല്ല, നോമ്പിന്റെ ദൂരേഷൻ 10 മണിക്കൂറാണ്. നമുക്കൊന്ന് 12 ആവണില്ല. നമുക്ക് 5-ആകുമ്പോൾ നോക്കി കുറിക്കാം. ആദ്യം എന്തല്ല നിങ്ങൾക്ക് പരസ്പരം ഇങ്ങനെ റിലാക്സ് വേണ്ട ഈ വേദി ലോകമൊക്കെ 10 മിനിറ്റേ ഉള്ളൂ. ഇത്ര അടുത്ത് നിർത്താൻ നമ്മളെ കിട്ടൂല. പിന്നെ വേറെ ഒരു സബീർ മുഹമ്മദ് നാട്ടിൽ ഇല്ല. ഉണ്ടെങ്കിലും ഇപ്പൊ വിളിച്ച് പള്ളിയിൽ നിന്ന് പള്ളിയിലാണ്. ചെയർമാനെത്തി എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. നിങ്ങളിപ്പോ അല്ലാതെ മക്കളെ നിശ്ചലാവസ്ഥയിലാണ്. അപ്പൊ അവിടെ വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. നമുക്കുള്ള രണ്ട് വർഷം കൊണ്ട് പറയുന്നത് അങ്ങോട്ട് വന്നിട്ട് അന്ന് വിളിച്ചത് നീ ലക്ഷദ്വീപില് നമ്മള് വെയിലടിക്കാൻ പോയില്ല. മറ്റേ
റിയാസ് നിങ്ങളുടെ നിന്നതാണ് ഞങ്ങൾ തന്നെ ഒരുമിച്ചായിരുന്നു അല്ലേ എടാ ഞാൻ 9ാം ക്ലാസ്സിൽ പോകുമ്പോൾ നീ അവിടെ തള്ള പഠിക്കുന്നത് ഞാൻ 7ൽ ഞങ്ങളെ ഒരുമിച്ച് കൊച്ചു പിള്ളേരായാലും 5 വർഷം പഠിച്ചു ആ അത്ര ശല്യമായിരുന്നു നാട്ടിൽ എത്ര വർഷമാണ് അവിടെ നിന്ന് 4 വർഷം പിന്നെ മാഷൊക്കെ പറഞ്ഞു വിട്ടത് 4 വർഷം പഠിച്ചത് 2 ക്ലാസ്സാണ് 4 വർഷം പഠിച്ചത് 2 ക്ലാസ് 4 വർഷം പഠിച്ചത് അന്ന് ഗൾഫിൽ കയറ്റി വിട്ടത് അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. വരാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെ KS മുഹമ്മദ് ഉണ്ട്, അൻസർ മഞ്ഞമല, അനസ്. നമ്മളെ വെഞ്ഞാറമൂട് നിങ്ങളെ അവിടത്തേക്ക് തിരിയത്തില്ലേ, ഒത്തിരി കൂടെ മുമ്പോട്ട് പോകുമ്പോഴേ റിയാസ് താമസിച്ചു അല്ല ഞാൻ മയ്യനാട് ഷമീർ നൗഫൽ അരി എന്നൊക്കെ നമ്മൾ ഈ സംഭാവന കൊടുക്കത്തില്ലേ, അവര് പറയുന്നത് പോലെ ഏറ്റി അപ്പൊ നമ്മള് അടുത്ത കൊല്ലത്തിന് കാര്യം എന്നെ പറ്റിക്കുന്ന സ്ഥിരം എന്നെ പറ്റി മനസ്സിലായി. നീ അവിടെ ഇറങ്ങി കാണും ഒന്നും പറഞ്ഞു നൗഷാദ്, സിയാദ്, അനസ് നരച്ച് പാപ്പ അനീസ് ജബ്ബാറിന്റെ നൗഷാദിന്റെ ഇടയ്ക്ക് നൗഷാദ് നമ്മൾ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. സിയാദിനെ പറ്റി സിയാദ് മുമ്പ് ഉണ്ടായിരുന്നു. 3000 പിന്നെ ബാലൻസ് കിടപ്പുണ്ട്. അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ, ആ ക്യാമ്പസ് നിറച്ച് കെട്ടിടങ്ങളാണ്. 30 ഏക്കർ സ്ഥലമുണ്ട്. അവരുടെ ചെറിയ കെട്ടിടങ്ങളുണ്ട്. ചുമ്മാ അവിടെ വെച്ചേക്കുന്നു. പോയല്ലേ ഇത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സീറ്റും കാര്യങ്ങളൊക്കെ അലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പിള്ളേരില്ലാതായി തോന്നുന്നു അല്ലേ? അങ്ങനെ കടക്കൽ ജംഗ്ഷനിൽ കുറച്ചപ്പുറം നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ തിരക്കാൻ പാടില്ല. ഇവരാണ് ഫോട്ടോ ഒക്കെ ചെയ്യുന്നത്. വെയിലോ പറഞ്ഞില്ലല്ലേ? ഹലോ ഞാൻ സാർ സുഹൃത്തിനല്ലേ? ആ അസംസ്കർ
ഇപ്പൊ ഞങ്ങൾ അവിടെ ജില്ലാ പഞ്ചായത്ത് അനുസരിച്ച് രണ്ടുപേരും അല്ല കരുനാപ്പള്ളി നമ്മുടെ കണ്ണീരി പാലം വരെയുണ്ട് നമ്മുടെ ചവറ ഇപ്പുറത്ത് ചവറ അനുസറിന്റെ ഒക്കെ മഹേഷ പഞ്ചായത്തിന് എനിക്ക് നിൽക്കാനുണ്ട് ഇവിടെ വാർത്ത ഉള്ള കയ്യിലുള്ളത് എപ്പോഴും പറയാനൊക്കെ വേറെ ലെവൽ ചിന്തിക്കുന്നതായിരിക്കും. അത് പാടാം, ഇവരൊക്കെ പാടാം. ബിസിനസ് ഉള്ളവർക്ക് തോന്നുന്നുണ്ട്. ചിന്തിക്കുന്നതാണ് രാവിലെ വേറെ വലിയ കുഴപ്പമില്ലാതെ ഇത് നമ്മുടെ മന്നാനിലെ വിശേഷം ഒരുമിച്ചിരിക്കുക ആദ്യം. ഏതായാലും കഴിഞ്ഞൊരു 1 മണിക്കൂർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മകൾ പങ്കുവച്ചു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നായി ഒന്ന് കാണുകയാണ്. ഇന്നലകളുടെ താല്പര്യങ്ങളും ഓർമ്മകളും വർത്തമാനകാലത്തെ നമ്മുടെ വർത്തമാനകാലം ഇങ്ങനെയാണല്ലോ, എന്നാലും ഇന്നലെ നമ്മൾ ആസ്വദിക്കുകയാണ്. ഒരു പഴയകാല ഓർമ്മയിൽ മാരിബിൻ്റെ ഇമാമ ആയിട്ട് മുഹമ്മദ് അസർ അല്ല, ഇന്ന് ഖിറാത്ത് ഇർഷാദിൻ്റെ എല്ലാവരും തുല്യരാണ്. പിന്നെ നമുക്കൊരു ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇഫ്താർ സന്ദേശവുമായി പ്രിയപ്പെട്ട മുഹമ്മദിനെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ?
നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് അല്ലേ? കേൾക്കല്ല. പിന്നെ പരസ്പരം എല്ലാവർക്കും 1 മിനിറ്റ് 2 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ ഓർമ്മകൾ പങ്കുവയ്ക്കും. ഇപ്പോൾ ഇരുന്ന് 1 മണിക്കൂർ കൊണ്ട് പരസ്പരം ഓർമ്മകളൊക്കെ പങ്കുവെച്ചു. എന്നെ സംബന്ധിച്ച് നാട്ടിൻ്റെ സൗഹൃദമാണ്, മന്നാനിയ സൗഹൃദമാണ്, ഓർമ്മകളാണ്. ഇന്നിപ്പോൾ ലക്ഷ്യം കൂടെ പറഞ്ഞു വെക്കണമല്ലോ, രണ്ടുപേരുടെ ലക്ഷ്യം പങ്കുവയ്ക്കാൻ രണ്ടുപേരോട് എത്തണം. എന്നാലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. റിയാസൊക്കെ പറയാല്ലേ? ഒരു ഖിറാഅത്തിന് വേണ്ടി പ്രിയപ്പെട്ട അല്ല, അത് ഉണ്ട്, അനസുണ്ട്, അനസിൻ്റെ ദുആ ഉണ്ട്. ഒരു ഖിറാഅത്ത് തുടങ്ങാം. അത് ആ പഴയ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. 89-90 കാലഘട്ടത്തിൽ ഒരു 14 വയസ്സുകാരന് നല്ല കാര്യമായിരുന്നു അന്നത്തെ. ഇന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇന്ന് MBA ഒക്കെ എടുത്തു, നല്ല സനതൊക്കെ വാങ്ങി, എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും മന്നാനിയെ കണ്ടുമുട്ടിയ എല്ലാവരും പല തലങ്ങൾ ജീവിതം പഠിച്ചവരാണ്, നല്ല ജീവിത മേഖലയിലാണ്. പിന്നെ എല്ലാവരും കൂടുന്നത് നമുക്ക് പ്രത്യേക വ്യക്തി താല്പര്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെയും ഒരു അസലും പൈതൃകവും നന്മയുണ്ട്. അത് ദീനാണ്, ദീൻ മുറുകെ പിടിച്ചവരാണ്, വ്യത്യസ്ത മേഖലയിലുമാണ്. ഇപ്പോൾ സ്നേഹപൂർവ്വം ഇർഷാദിനെ 89-90 ഖിറാഅത്തിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുക. നന്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഖുർആൻ നമുക്ക് പോയി തുടങ്ങാം. ഇർഷാദ് വന്നേ. ഈ ശബ്ദം ഒരു 35 വർഷം മുന്നേ ഇത് തന്നെയായിരുന്നു. അന്ന് മയക്കില്ല, ശബ്ദത്തിൻ്റെ ഗാംഭീര്യത്തിനൊന്നും മാറ്റവും വന്നില്ല. അൽഹംദുലില്ല, വളരെ സന്തോഷകരമായി നമ്മൾ ശ്രമിച്ചു, ഖുർആൻ ശ്രമിച്ചു. ഇനി നമുക്കൊരു പതിവ് പോലെ ഒരു ദുആ ചെയ്തുകൊണ്ട് തുടങ്ങാം. 89 ബാച്ചിലെ പ്രിയപ്പെട്ട കൊച്ചനസ് ഇന്ന് മാഷാ അല്ലാഹ് ഒരു സനത് വാങ്ങിയ മൗലവിയാണ്, സ്കൂൾ അധ്യാപകനാണ്. വളരെ സ്നേഹത്തോടെ അനസിനെ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا ومولانا محمد. اللهم اغفر لنا وارحمنا يا ارحم الراحمين. اجعل ثواب قراءتنا وبركة دعائنا واستغفارنا الى حضرة نبينا محمد صلى الله عليه وسلم والى حضرات اهل الخير كلهم اجمعين. اللهم زد لهم شرفا على شرفهم يا رب العالمين. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا وأد ديوننا وقض حوائجنا واشف أمراضنا يا أرحم الراحمين. اللهم بارك لنا في جميع أمورنا وبارك لنا فيما نحن يا أرحم الراحمين. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. നമുക്കൊരു യോഗത്തിൻ്റെ ഔപചാരികതക്കപ്പുറം ഇവിടെ ഒരു മന്നാനിയ കാലഘട്ടവും നാട്ടിൻ്റെ സൗഹൃദവും നമ്മുടെ ഓർമ്മകൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടിയ ചില കാഴ്ചപ്പാടുകൾ. ഈ സദസ്സ് ഇന്ന് ഓഡിംഗ് അലുമിനി മാത്രമല്ല,
വർത്തമാനകാലത്തെ സാമൂഹിക മേഖലകൾ, സാംസ്കാരിക മേഖലയിലൊക്കെ ഔന്നത്യമുള്ള പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നാം ലക്ഷ്യം വയ്ക്കുന്ന ബോർഡിംഗ് മർസ അലൂമിനിയുടെ കാഴ്ചപ്പാട് നമ്മൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്യപ്പെട്ട ഹോപ്പ് വാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങളും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയങ്കന്ന സയ്യിദ് സാഹിബ് ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പറും ആക്റ്റീവായി നമ്മൾ ഈ കാര്യത്തിൽ പ്രോത്സാഹനം നൽകിയാണ് അദ്ദേഹം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ആമുഖവും പരിചയവും സൗഹൃദവും ഒക്കെ നൽകുന്നതിന് വേണ്ടി നിലവിൽ ഇതിൻ്റെ സംവിധാനവും നിർമ്മാണവും അഭിനയം ഞാൻ തന്നെ ആകുന്ന ഒരു ശൈലിയിൽ പോകാനും പാടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ട ഒരു ടീമുണ്ട്. ആ ടീം എല്ലാവരുമായി ചേർന്നതാണ്. എല്ലാ ടീമംഗങ്ങളും ഒരുപോലെ ആദ്യം അവസാനവും തുല്യരുമാണ്. എന്നാൽ കാര്യങ്ങളുടെ ഏകോപനത്തിന് വേണ്ടി ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട റിയാസിനെ സദസ്സിൻ്റെ മൊത്തത്തിൽ പരിചയപ്പെടുത്തലും സ്വാഗതത്തിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട മന്നാനിയ സഹപാഠികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, മനസ്സിന് വല്ലാത്ത കുളിർമയും സന്തോഷവും എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോഴും പറയാണ് മന്നാനിയ ബോർഡിംഗ് മദ്രസയിലെ വിദ്യാർത്ഥികളായിരുന്നു. നമ്മളെ കഴിഞ്ഞ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കുവാൻ വേണ്ടി വളരെ തിരക്കിനിടയിലും പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഓടിയെത്തിയവരാണ് മാഷിൻ്റെ തറവാടിലേക്ക്. അൽഹംദുലില്ലാ, കാരണം 3 മണി മുതൽ പല ആളുകളും വന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടമല്ല പറഞ്ഞത്, നമ്മുടെ ബാല്യകാലത്തെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മളൊക്കെ നമ്മളെ ബാല്യത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. നമ്മളറിയാതെ ഒന്ന് ആഗ്രഹിച്ചു പോയി, പഴയ ഒരു മന്നാനിയക്കാരനായി ജീവിച്ചിരുന്നു എങ്കിൽ എന്ന്. കുറച്ച് നാൾ കഴിയുമ്പോൾ, പ്രായം ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനൊരു ചെറുപ്പക്കാരനായി ജീവിച്ചിരുന്നു എങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അധ്വാനിക്കാമായിരുന്നു, കുറെ കൂടെ ഉണ്ടാക്കാമായിരുന്നു, പല കാര്യങ്ങളിലും എനിക്ക് പലതും ചെയ്തു വെക്കാം ആയിരുന്നു ഒക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അൽഹംദുലില്ലാ, മന്നാനിയ ബോർഡിംഗ് അലൂമിനി അസോസിയേഷൻ അതിൽ എല്ലാവരും കൂടി തന്നെ ചേർന്നുകൊണ്ട് ഒരു വലിയ തീരുമാനമെടുത്തു. നമുക്കറിയാം, നമ്മളൊക്കെ മരിച്ചു പോകേണ്ട മനുഷ്യരാകുന്നു. ഈ മരിച്ചു പോകേണ്ട മനുഷ്യൻ, ചില ആളുകൾ എന്നോട് പേഴ്സണലി ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ മന്നാനിയ ബോർഡിങ്ങിലെ കുറെ കുട്ടികളും 24 മണിക്കൂറും നിങ്ങൾ ഇതുമായിട്ട് നടക്കുന്നു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജീവിക്കാനുള്ള വഴി നോക്കി ആ ഒരു വഴി പൊയ്ക്കൂടെ, അല്ലാതെ നമ്മളെന്തിനാ ഇതിന്റെ പിന്നിൽ പോകുന്നത്? കഴിഞ്ഞു പോയ കാലഘട്ടമല്ലേ. എനിക്ക് അവരോട് പറയാനുള്ളത്, കറണ്ട് കണ്ടുപിടിച്ചത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചല്ല, ഒരു വ്യക്തിയുടെ എഫർട്ടാണ്. മനസ്സിലാ, മൊബൈൽ കണ്ടുപിടിച്ച നമ്മൾ ആരുമല്ല, ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതിൽ ഭൂരിപക്ഷം ചേരുന്ന ആളുകൾ ചേർന്നുകൊണ്ട് ഒരു വലിയ ആശയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളെ കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് മനുഷ്യന്മാർക്ക് ഒരു സാന്ത്വനം എത്തിക്കാൻ കഴിയുന്ന ഇത്രത്തോളം ഒരു വലിയ ഒരു പദ്ധതി ഇവിടെ രൂപീകരിച്ചുകൊണ്ട് നമ്മൾ മന്നാനിയ പഠിച്ചു എന്നതിനൊരു ഓർമ്മപ്പെടുത്തൽ. നാളെ പ്രായം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവത്തില്ല, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് എന്നൊക്കെ ചെയ്യാമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരു തോന്നൽ ഉണ്ടാകാത്ത തരത്തിലേക്ക് നമ്മളൊരു വലിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ റമദാന് നമ്മളതിന്റെ പേരിവിടെ ഇനാഗ്രേറ്റ് ചെയ്തായിരുന്നു. അൽഹംദുലില്ലാ, അതിന്റെ കാര്യങ്ങളൊക്കെ ബഹുമാന്യനായ മാഷും ജനിമോനും മറ്റുള്ള ആളുകളൊക്കെ നിങ്ങളോടൊപ്പം സംസാരിക്കും. ഒരു വലിയ പ്രോജക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹോപ്പ് വാലി ഫൗണ്ടേഷൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറബി കോളേജും യത്തീംഖാനയും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ അവർക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു സ്കൂൾ, നമ്മൾ അവരെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാം എന്നുള്ള ഒരു പദ്ധതിയിലേക്കായിരുന്നു പോയത്. പക്ഷേ ബഹുമാനായ നമ്മുടെ നൗഫലിക്ക ഒരു ഉപദേശം ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ആദ്യം ഒരു സ്കൂള് ഒന്ന് തുടങ്ങി നോക്കാം.
അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അൽഹംദുലില്ലാഹ് കടക്കൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ബ്ലോക്ക് നമുക്കായി അവർ തരാമെന്ന് കഴിഞ്ഞ റമദാനും അതിനു മുമ്പൊക്കെ ആയി മാഷും ഞാനും അനീഫയും ജനുമോനും ഒക്കെ ആയി സംസാരിച്ചതിന്റെ പേരിൽ ഏകദേശം ഒരു തീരുമാനമായി. അതൊരു വലിയ സന്തോഷകരമായ സംഭവമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് നമ്മൾ എത്താൻ പോകുന്നു. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഇവിടെ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു തെളിവ് ഒരുപാട് പേര് ജീവിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പലരുടെയും പേരെടുത്ത് പറയും. നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലൊക്കെ ഓരോ ആളുകളുടെ മഹത് വ്യക്തികളുടെ പേരുകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം. അതിനുവേണ്ടി മാത്രമാണ്. അള്ളാഹു നമ്മളെ ആരെയും വെറുതെ വിടത്തില്ല. അള്ളാഹു നമ്മോട് 2 ചോദ്യം ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം, നിന്നെ ഞാൻ ഭൂമിയിൽ വിട്ട് നീ ജീവിച്ച നിന്റെ ആയുസ്സിൽ നീ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കും. ആ ചോദ്യം ചോദിക്കാതെ നമ്മൾ ആരും വെറുതെ വിടില്ല. രണ്ടാമത്തെ ചോദ്യം, നീ ഉണ്ടാക്കിയ സമ്പത്ത് നീ എങ്ങനെ വിനിയോഗിച്ചു? സമ്പത്ത് അള്ളാഹുവിന്റെയാണ്. ആ സമ്പത്ത് നമുക്ക് അള്ളാഹു തആല തന്നിരിക്കുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ 2 ചോദ്യത്തിൽ നമ്മൾ ഉത്തരം പറയുക തന്നെ ചെയ്യണം. അപ്പം നമ്മള് ജീവിച്ചു എന്നതിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കാം. നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം, ഒരുപാട് റീയൂണിയൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ ഇന്നത്തെ മോഡേൺ സിസ്റ്റത്തിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് 7 വർഷമായിട്ട് നമ്മളെ മന്നാനിയ അലൂമിനി അസോസിയേഷൻ സംഘടിപ്പിച്ചു വരുന്ന റീയൂണിയൻ വളരെ അള്ളാഹുവിന് തൃപ്തികരമായ രീതിയിൽ നമ്മുടെ ഉസ്താദ് അവരുടെ ഖിറാഅത്തോടുകൂടി ദുആയോടുകൂടി എല്ലാ പ്രാവശ്യവും അള്ളാഹുവിന് തൃപ്തികരമായ രീതിയിൽ തുടങ്ങുന്ന ഒരു വളരെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്കുള്ള ചിന്താഗതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങൾ ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ ജനുമോനും മറ്റും ഒക്കെ നമ്മളോട് പറയും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മളെ പ്രത്യേകം ക്ഷണിച്ചു വന്നിട്ടുള്ള നമ്മുടെ ഇക്ക, അതുപോലെ ഒരുപാട് പേര്, എനിക്ക് എല്ലാവരുടെയും പേരിട്ടില്ല, അവരൊക്കെ നമ്മുടെ മന്നാനിയ അലൂമിനി അസോസിയേഷനിലേക്ക് അതിന്റെ മീറ്റിംഗിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മുഴുവൻ മന്നാനിയയിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എല്ലാ വർഷവും റമദാനിലെ അവസാനത്തെ ഞായറാഴ്ച 7 വർഷമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ കൂടുകയാണ്. പല പ്രാവശ്യവും നമ്മൾ കാണുകയും നമ്മളുടെ ബാല്യകാലങ്ങളെ കുറിച്ച് ഒരുപാട് ഓർമ്മകളായി വരികയൊക്കെ ചെയ്യുകയും അതിനുശേഷം ഞങ്ങൾ പരസ്പരം ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകുന്ന ഒരു പദ്ധതിയിലേക്ക് നീങ്ങണം എന്ന് ആത്മാർത്ഥമായ ഒരു ആഗ്രഹവും അതിലുപരിയായിട്ട് അഭിപ്രായവും വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ഇവിടെ റിയാസ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നമ്മുടെ ഇഫ്താറിൽ നമ്മൾ അതിന്റെ പേര് ലോഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഹോപ്പ് വാലി ഫൗണ്ടേഷൻ എന്ന പേരിൽ പ്രതീക്ഷയുടെ താഴ്വര. അത് നമ്മളുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിന്റെ ഒരു വിഹിതം അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും അതിനകത്ത് പങ്കാളികളായി നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്ത് അശ്രനായി നിന്ന ജനങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമായി പടച്ചതമ്പുരാൻ അതിനെ മാറ്റട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതിലുപരിയായിട്ട് ഇതിന്റെ കൂടെ മാഷ് ഒരു 111 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ എടുക്കാൻ മാഷ് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളോട് എല്ലാ കാര്യങ്ങളും മാഷ് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കടക്കിലുള്ള SHM എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു ബ്ലോക്ക് നമുക്ക് ഈ പറയപ്പെടുന്ന ഹോപ്പ് വാലി ഫൗണ്ടേഷൻ എന്ന നിലവിലെ നമ്മൾ പദ്ധതി വെച്ചിരിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്ഥലം കണ്ടെത്തുകയും ബാക്കി ഇനിയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഒക്കെ ഉണ്ടാകണമെന്ന് ഇതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. അതിലുപരിയായി എല്ലാ വർഷവും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ ഇവിടെ നമ്മുടെ ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുകയും ഓരോരുത്തരുടെയും പഴയകാല കാര്യങ്ങൾ സംസാരിക്കാനും കാണുമ്പോഴുള്ള നമ്മുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനും
ഈ പടച്ചതമ്പുരാൻ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ഗൾഫ് പ്രതിസന്ധി പ്രവാസ ലോകത്തുള്ള യാത്രാ തടസ്സം കാരണമായി എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മളെ എല്ലാം ബാധിക്കുന്ന, പൊതുവിൽ നാട്ടിലും പൊതുസമൂഹത്തിലും കുടുംബങ്ങൾക്ക് ബാധിക്കുന്ന പ്രതിസന്ധിയാണ്. വളരെ അത്ഭുതമായി അള്ളാഹു അതിനെ അതിജീവിച്ചുകൊണ്ട് നാം ലക്ഷ്യമിടുന്ന എല്ലാ സൗഹൃദങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളെയും വളർത്തട്ടെ എന്നുകൂടി ഇത്തരം പ്രാർത്ഥിക്കുകയാണ്. ഈ സദസ്സിന്റെയും ഈ ടീമിന്റെയും ഈ ടീം ലക്ഷ്യം വെക്കുന്ന പ്രൊജക്ടിന്റെയും കുറിച്ച് ഒരു ചെറിയ കുറഞ്ഞ വാക്കുകൾ പ്രതിപാദിക്കുന്ന പ്രിയപ്പെട്ട ഗനിമോനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ നമ്മുടെ മാഷ്, നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മംഗലാപുരം ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ കൂടിയാണ്. നമ്മുടെ ഈ ജീവകാരുണ്യ മേഖലയിലേക്ക് വിസ്തൃതമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട ഷദീർക്ക, മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മുടെ ഇഫ്താർ സംഗമത്തിൽ വെച്ച് നമ്മൾ ഹോപ്പ് വാലി ഫൗണ്ടേഷന്റെ ലോഞ്ചിങ് ഈ വേദിയിൽ തന്നെ നമ്മൾക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും അതിന്റെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയും വേഗം തന്നെ ഈ ഇഫ്താറിന് മുമ്പേ തന്നെ നമുക്ക് തുടങ്ങണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. തുടങ്ങി അതിന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അതിന് കഴിഞ്ഞില്ല. എന്നിരുന്നാലും അതിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുമ്പോട്ട് പോയി. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കടയ്ക്കൽ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന SHM എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു പാർട്ട് നമുക്കായിട്ട് തരാം എന്നവർ നമ്മളുമായി കരാറിൽ ഏർപ്പെടുകയും അത് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. നമ്മുടെ ബഹുമാന്യനായ മെഡിസിറ്റി നൗഫലിക്കായടുത്ത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഒരു സ്കൂള് തുടങ്ങി നമുക്ക് ജനങ്ങളെ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മുന്നോട്ട് പോകാം, അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യമായി സ്കൂളിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. കാരണം ഒട്ടനവധി കുട്ടികൾ ഈ നല്ല സൗകര്യം കിട്ടാത്തത് കൊണ്ട്, അവരുടെ സ്പെഷ്യൽ സ്കൂളിന്റെ സൗകര്യം കിട്ടാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് മുന്നിലോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ചിട്ടയായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് അവരുടെ ജീവിത ചിട്ടകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്ത നമ്മളെ പോലെ ഭിന്നശേഷിക്കാരായ മക്കളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ഈ സംഗമത്തിൽ തന്നെ എത്തിച്ചേർന്ന സോഷ്യൽ വർക്കർ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുള്ള കഴിഞ്ഞിട്ട് വന്ന, അപ്പൊ അവരൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ പോവുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പിന്നെ അവസരം ആലംബഹീനരും ആരും നോക്കാനില്ലാത്തവരെയൊക്കെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവായി നമ്മുടെ ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കണം. അതിന് എല്ലാവരും, നമ്മളെല്ലാവരും അതിന്റെ പാർട്ടാണ്. അതിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരും അതിന്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇഫ്താറിന് സന്ദേശം നൽകാൻ പ്രിയങ്കരൻ മുഹമ്മദ് കണാൾ എത്തിയിട്ടുണ്ട്. അതിന് മുന്നേ ഹോഫാലിയുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം നൽകാൻ പ്രിയപ്പെട്ട സജിൽ സാഹിബിനെ സ്നേഹപൂർവ്വം ഒരു ആശംസയും. ഞാൻ ആദ്യം പറഞ്ഞു, ഈ യോഗം എന്ന ഔപചാരികതയ്ക്കപ്പുറം പങ്കെടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്തുക്കൾ ഉൾപ്പെടെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉള്ള സദസ്സാണ്. എങ്കിലും നാം ലക്ഷ്യം വയ്ക്കുന്ന ഈ കൂട്ടായ്മയിൽ ഹോപ്പ് വാലി ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ ഒരു വർഷം മുന്നേ ഞങ്ങൾ നേരിട്ട് പോയി ബന്ധപ്പെട്ട് ഈ രംഗത്ത് കൂടെ നിൽക്കുന്ന ആളാണ്. പിന്നെ പ്രിയപ്പെട്ടവർ സജീർക്ക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സയ്യിദ് സാഹിബിനെ സ്നേഹപൂർവ്വം ഒരു ആശംസ അർപ്പിക്കാം. എൻ്റെ പേര് ഷജീർ, എൻ്റെ സ്ഥലം മംഗലപുരമാണ്. ഞാൻ ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് പരിപാടികളും സ്ഥാപനങ്ങളുമായിട്ട് നല്ല ബന്ധവും നല്ല രീതിയിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു പങ്കാളിത്തവും ഉള്ള ഒരാളാണ്. അപ്പം
ജനിമോനും ഞങ്ങളുമൊക്കെ ഒരേ ഫീൽഡിൽ കുറേ കാലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയും ഇതേ മേഖല തന്നെ, അതായത് ആരോരും ഈ ഭൂമുഖത്ത് സംരക്ഷിക്കാൻ ആരോരുമില്ലാത്ത, ആരും ഉറ്റവരോ ഉടയവരോ ഇല്ലാത്ത അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് എല്ലാ സംവിധാനങ്ങളും, പാർപ്പിടവും ഔഷധവും ചികിത്സയും എല്ലാം കൊടുത്ത് കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് ജനിമോൻ പറയുകയും അതനുസരിച്ച് സാറും മറ്റേ റിയാസും ഉൾപ്പെടെ വീട്ടിൽ വരികയും എന്നോട് ഈ വിവരം സംസാരിക്കുകയും, പക്ഷെ അവ ഞാൻ പറഞ്ഞതിനെ കൊണ്ടൊക്കെ രീതിയിൽ സമയവും കാര്യവും ഒക്കെ ഞാനും ഇവരോട്ട് വിനിയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഏകദേശം 1 വർഷം മുമ്പ് സംസാരിച്ച് പിരിച്ചതാണ്. അതിനുശേഷം നിരന്തരമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാറുണ്ടായിരുന്നു, കാര്യങ്ങൾ തിരക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് നമ്മൾ SHMന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ SHMലെ റിയാസിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. പുള്ളിക്ക് വളരെ താല്പര്യമാണ്. ഞാൻ റിയാസുമായിട്ട് നല്ല അടുപ്പമാണ്. പുള്ളി മിക്കവാറും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് ഈ ഇത് തുടങ്ങുന്നതിന് വേണ്ടി അതിൽ മുൻകൈയെടുത്തിട്ടുള്ള എല്ലാവർക്കും, കൂടെയുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. MDയും നിലവിലെ ഇതിൻ്റെ അധ്യക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ക്രമീകരിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്ന ഒരു സന്ദേശവും ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് മൊബൈലിയും ബോർഡിങ് അലൂമിനിയമായി കണക്ട് ചെയ്ത് ഈ സദസ്സിന് ഒരു സന്ദേശം നൽകുവാൻ പ്രിയപ്പെട്ട ജമാൽ പാനായിക്കുളം, നമ്മളൊക്കെ സ്നേഹപൂർവ്വം മുഹമ്മദ് പാനായിക്കുളം, പ്രിയപ്പെട്ട ഹസ്രത്തിന്റെ മകൻ, പല നിലകളിൽ പല ബഹുമാനവും ആദരവും ഒക്കെ അർഹിക്കുന്നെങ്കിലും ഇവിടെ സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട ജമാലിനെയും മുഹമ്മദിനെയും ഈ സദസ്സിന് വേണ്ടി ഒരു സന്ദേശവും നാം ലക്ഷ്യം വയ്ക്കുന്ന ഹൊബാലിയുടെ പ്രായോഗിക തലത്തിലുള്ള നന്മയെ ലക്ഷ്യമാക്കിയൊരു പ്രാർത്ഥനയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബില്ലാഹ്. ഏറെ ആദരണീയനായ മാഷ്, ഇവിടെയുള്ള പ്രിയങ്കരായ സഹോദരന്മാരെ, സഹപാഠികളെ, മുന്നണിയ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നേരത്തെ നമ്മളോട് സംസാരിച്ച ഹൂഫാലിയുമായി സഹകരിച്ച് നിൽക്കുന്ന ബഹുമാന്യർ, ദീർഘമായൊരു സംസാരത്തിനുള്ള സന്ദർഭമല്ല എന്ന് നല്ല ബോധ്യമുണ്ട്. ചുരുങ്ങിയ സമയത്തിൽ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സന്ദേശം എന്നുള്ള നിലയിലാണ് സംസാരിക്കണമെന്ന് മാഷ് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ റമദാനിന്റെ ഏറെ പുണ്യകരങ്ങളായ, അതീവ ശ്രേഷ്ഠകരങ്ങളായ സമയത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ റമദാനിന്റെ എല്ലാ ഖൈറും നന്മകളും പരിപൂർണമായി നേടിയെടുക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണെങ്കിലും വേറെ അഭിമാനം തോന്നുന്നൊരു സദസ്സാണിത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ ഖിറാഅത്ത് നടത്തിയത് മന്നാനിയുടെ സന്തതിയാണ്, ഇവിടെ ദുആ ചെയ്തത് മന്നാനിയുടെ സന്തതിയാണ്, ഇവിടെ ഹോപ്പ് വാലി എന്ന് പറയുന്ന വളരെ ഗംഭീരമായ പ്രൊജക്റ്റിനെ കുറിച്ച് അവതരിപ്പിച്ച റിയാസ് ഭായിയും ഹനീഫ ഭായി, അതുപോലെ ജനിമോൻ, ഇതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ദ്വാ ചെയ്ത് വേറൊരാളെ നമ്മൾ ഖിറാഅത്തിന് വിളിച്ച് വേറൊരാൾ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. മാഷിന്റെ വിദ്യാർത്ഥികൾ, മന്നാനിയുടെ സന്തതികൾ, അവരുടെ ഒരു വൈവിധ്യമാണ് യഥാർത്ഥത്തിൽ ഈ സദസ്സ് കാണിക്കുന്നത്. അവരിൽ നല്ല പ്രൊജക്ടുകൾ കൊണ്ടു നടത്താൻ കഴിയുന്ന മിടുക്കരായ മാനേജേഴ്സ് ഉണ്ട്, നല്ല ഇരുത്തം വന്ന പണ്ഡിതന്മാരുണ്ട്, നല്ല സ്കോളേഴ്സ് ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ മന്നാനിയക്ക്, മാഷിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മന്നാനിയ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു എന്ന് നമ്മളിങ്ങനെ ഇവിടെ നിന്നിരുന്ന് ആലോചിക്കുമ്പോൾ
നമ്മുടെ മനസ്സുകളിലേക്ക് ഒരുപാട് ഓർമ്മകൾ നമുക്ക് തീർച്ചയായിട്ടും കടന്നു വരും. ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ട ചില വർത്തമാനങ്ങൾ, ഇവിടെ കൂട്ടത്തിലുള്ള സുധീർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ പറഞ്ഞു, കുരുത്തക്കേടിന് ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട ആളുകളെയാണ് പൊന്നാനിയിൽ പലപ്പോഴും കൊണ്ടുവന്ന് മാഷിനെ ഏൽപ്പിച്ചിരുന്നത്. അക്കാലത്ത് കുരുത്തക്കേടിന് ഓസ്കാർ കൊടുക്കുമെങ്കിൽ അതിന് യോഗ്യരായ അത്ര ചെറുപ്പത്തിൻ്റെതായ കുറുമ്പും കുസൃതികളും ഒക്കെയുള്ള ആളുകളെയാണ് മാഷിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നത്. അവരാണ് ഇന്നിപ്പോ ഇങ്ങനെ മാഷിനോടൊപ്പം വിശുദ്ധ റമദാനിന്റെ ഏറെ പുണ്യം നിറഞ്ഞൊരു സന്ദർഭത്തിൽ ഒരുമിച്ച് ചേരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമുള്ളവരെയാണ്. മനുഷ്യൻ ഉപകാരപ്പെടുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ആ വചനത്തിനെ സാക്ഷാത്കരിക്കുന്ന വലിയൊരു പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കുരുത്തക്കേടിന് ഓസ്കാർ കൊടുത്ത് ആദരിക്കാൻ അർഹരായിരുന്ന ആളുകൾ ഒരുമിച്ചിരുന്ന് അവര് ദുആ ചെയ്യുന്നു, അവര് അതിമനോഹരമായി ശാന്തഗംഭീരമായി ഖിറാഅത്ത് നടത്തുന്നു, അവര് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മന്നാനിയ എന്ന് പറയുന്ന സംവിധാനത്തിന് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറയുന്ന ആ സംവിധാനത്തെക്കാൾ ഉപരി മാഷ് എന്ന് പറയുന്ന അലി ദിവാനുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാഷ്, ആ മാഷിന്റെ കൈകളിലൂടെ കടന്നുപോയ ഒരു തലമുറ കാഴ്ചവെക്കുന്ന മനോഹരമായ ഇസ്ലാമികതയും മാനവികതയും മാനുഷികതയുമാണ് എന്നാണ് ഈ സംവിധാനത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷിനെ കുറിച്ച് പറയാതെ ഈ നമ്മുടെ ഒരുമിച്ച് ചേരൽ, ഒരുമിച്ച് കൂടൽ അത് പൂർണ്ണമാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ ഉപമ കമസലിൻ നഹ്ല, തേനീച്ചയെ പോലെയാണ്. നമ്മൾ മാഷിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, മാഷ് നമ്മുടെയൊക്കെ പലതരം കുരുത്തക്കേടുകളും നമ്മളെ കുറിച്ച് ഒരുപാട്, നമ്മളാ കാലത്തെ ആ ചെറുപ്പകാലത്തെ നമ്മുടെ വികൃതികളും കുസൃതികളും നമ്മൾ കാണിച്ച തെറിപ്പുകളും ചാടിപ്പോകലും ഒക്കെയാണ് മാഷിന് ഒരുപാട് പറയാനുണ്ടാകും. പക്ഷെ മാഷ് അതല്ല പറയുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ നഹാസിനെ കുറിച്ച്, നഹാസ് അവിടെ ഒരു വർഷമേ ഉണ്ടായിട്ടുള്ളൂ, മാഷിന് പറയാനുള്ളത് നഹാസ് കുടുംബത്തെ ചേർത്ത് പിടിച്ചതിനെ കുറിച്ചും ജീവിതത്തിലുള്ള നന്മകളെ കുറിച്ചും. റസൂലുള്ള പറയുന്നത് വിശ്വാസി എന്ന് പറഞ്ഞാൽ കമസലിൻ നഹ്ല, തേനീച്ചയെ പോലെയാണ്. തേനീച്ചയുടെ പ്രത്യേകത നല്ല സ്ഥലത്തെ അത് പോയിരിക്കും, അത് നല്ലതേ ഭക്ഷിക്കൂ, അത് നല്ലതേ മനുഷ്യന് കൊടുക്കൂ, അത് ചെന്നിരിക്കുന്നിടത്ത് ഒരു പ്രയാസവും അത് ഉണ്ടാക്കുകയില്ല. ഇതാണ് തേനീച്ചയുടെ സ്വഭാവം. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ സമ്മേളിച്ചിരിക്കുന്ന മന്നാനിയുടെ മക്കളിൽ എന്ത് നന്മയുണ്ടെങ്കിലും, എന്ത് നന്മയുടെ വിത്ത് അവരിൽ ഉണ്ടെങ്കിലും അതിന്റെ കാരണക്കാരൻ മാഷാണ് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഇങ്ങനെ ഈ ഒരുമിച്ച് കൂടൽ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം നൽകുന്നതും ഒരർത്ഥത്തിൽ നമ്മൾ ഒരുപാട് ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന, നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ കുറിച്ച് ഓർക്കാൻ അതിന്റെ ഒരു എനർജിയിൽ കുറെ നാൾ കൂടി നമുക്ക് ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന ഒരു സദസ്സാണിത്. അതോടൊപ്പം ഇത് വിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ സന്ദർഭത്തിൽ ഒരു ഒത്തുചേരൽ എന്ന നിലയിൽ ഒരു പ്രാർത്ഥനയുടെ സദസ്സാണ്. അതോടൊപ്പം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രൊജക്ട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ വളരെ ഗംഭീരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഞാൻ അവസാനിപ്പിക്കുന്നു. പീസ് വാലി, നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാകും. ഒരുപാട് വലിയ സംവിധാനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് അതിനുവേണ്ടി മനസ്സ് വെച്ചാൽ, അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ ഇതിനെ സഹായിക്കാൻ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒന്ന്, ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ചു നോക്കുന്നു. കേരളത്തിൽ ഓരോ വർഷവും ഒരുപാട് ഭിന്നശേഷിക്കാരായ മക്കളാണ് മാതാപിതാക്കളാൽ അറുകൊല ചെയ്യപ്പെടുന്നത്. ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് വിശ്വാസിയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റാണത്. യഥാർത്ഥ വിശ്വാസിക്ക് അള്ളാഹു എന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് എന്നെ ഏൽപ്പിച്ചതാണ് ഈ സമ്പത്ത് എന്ന് വിശ്വസിച്ച് അതിനെ മനോഹരമായി പരിപാലിക്കുന്നവരായി മാറും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരമാണ്, ഇതൊരു പ്രയാസമായി അനുഭവപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിന്റെ ഓരോ വർഷവും ഒരുപാട് ഇൻസിഡന്റുകൾ നടക്കുന്ന ഒരു കേരളത്തിലാണ് ഹോപ്പ് വാലി, പ്രതീക്ഷ
പ്രതീക്ഷയുടെ താഴ്വരയായിട്ട് മന്നാനിയുടെ മക്കൾ, മാഷിന്റെ വിദ്യാർത്ഥികൾ മനോഹരമായൊരു സംവിധാനത്തിന് അതിന്റെ തുടക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. തീർച്ചയായും ഇത് ഇവിടുത്തെ മനുഷ്യർക്ക്, ഏത് മതത്തിലും ജാതിയിലും എന്തിലും വിശ്വസിക്കുന്നവരാകട്ടെ, ഇനി വിശ്വാസമില്ലാത്തവരാകട്ടെ, മനുഷ്യർക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഇന്ന അള്ളാഹു മനുഷ്യരെ ആദരിച്ചിരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം. അള്ളാഹു ആദരിച്ച മനുഷ്യരെ അവർക്ക് ആദരവ് കൊടുത്ത് അവരിലെ വ്യത്യസ്തങ്ങളായ ഭിന്നങ്ങളായ ശേഷിയുള്ളവരെ അവരെ കോർത്തിണക്കി അവർക്ക് ആശ്വാസമാകുന്ന ഒരു താഴ്വരയായി ഇത് മാറും. ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ അവർ പ്രവർത്തിച്ചത് അള്ളാഹു രേഖപ്പെടുത്തും. ആസാറഹും നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ജീവിച്ചു എന്നതിന്റെ അടയാളങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ ഇതിനോട് സഹകരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്ന ആസാറുകളാണ്, അവശേഷിപ്പുകളാണ്. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറുകളിലേക്ക് അണമുറിയാതെ പ്രതിഫലം വന്നെത്തുന്ന ജാരിയായ സദഖയായി മാറുന്ന, നമ്മളിവിടെ ജീവിച്ചു എന്നതിനെ അടയാളപ്പെടുത്തുന്ന ഒരു അവശേഷിപ്പായിട്ട് മാറ്റാൻ കഴിയുന്ന ഒന്നാണ് തീർച്ചയായും ഈ സംരംഭം. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മന്നാനിയുടെ മക്കളും അതോടൊപ്പം ഇവിടെ ചേർന്നിട്ടുള്ള മാഷിന്റെ പ്രിയപ്പെട്ടവരും ഒക്കെ ഈ സംരംഭത്തിനോട് ചേരണം, സഹകരിക്കണം, അതിനോട് ചേർന്ന് നിൽക്കണം. അതിനെ കേരളത്തിലെ തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് ഏറെ ഹോപ്പാകുന്ന, ഒരു ഹോപ്പുമില്ലാതെ പ്രതീക്ഷയേറ്റ് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ കിരണമായി സംവിധാനത്തെ മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു ഈ സംവിധാനത്തെ, മന്നാനിയുടെ മക്കളുടെ, മാഷിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ഈ സംവിധാനത്തെ മനുഷ്യർക്ക് പ്രതീക്ഷയുള്ള ഒരു സംവിധാനമാക്കി അള്ളാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം അതിനോട് സഹകരിക്കുന്നവർക്ക് പരലോകത്ത് വിജയത്തിനുള്ള ഒരു പ്രതീക്ഷയും കൂടി, ആ പ്രതീക്ഷയും നമുക്കുള്ള ഹോപ്പ്, പരലോക മോക്ഷത്തിന്റെ ഒരു ഹോപ്പ് കൂടി ഈ സംവിധാനത്തിലൂടെ നമുക്ക് ലക്ഷ്യം വെക്കാൻ കഴിയണം. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഗുണകരമാകുന്ന ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യന്മാരിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് ചേരലിനെ ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാഷിന്റെ അധ്യക്ഷതയിൽ, ഞാൻ അങ്ങനെ സ്വപ്നം കാണുന്ന ഒരാളാണ്. മന്നാനിയുടെ പ്രിയപ്പെട്ട സന്തതികൾ ഇതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗത്തിൽ മാഷിന്റെ അധ്യക്ഷതയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മൾ സംവിധാനിച്ച ഹോപ്പ് വാലിയുടെ മനോഹാരിതയെ കുറിച്ചും അതുമൂലം നമുക്ക് സ്വർഗത്തിലേക്ക് അള്ളാഹു വഴി കാണിച്ചതിനെ കുറിച്ചും ഒക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി പരസ്പരം സന്തോഷം പറയുന്ന ഒരു കാഴ്ചക്ക് കൂടി ആത്യന്തികമായി അതിനുകൂടി അള്ളാഹു പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശയം മുന്നിൽ വെച്ചത് ഒരു ഇന്റർനാഷണൽ പബ്ലിക് സ്കൂള് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നമുക്കുണ്ടാകണമെന്ന് ഒരു വർഷം മുന്നേ അധ്യക്ഷൻ നൽകി, ഇതിന്റെ പ്രസിഡന്റ് നൽകി നൗഫലാണ് അത് ലക്ഷ്യം വെച്ചത്. അൽഹംദുലില്ലാഹ് ഇത് നടന്നു വരുന്നതാണ്. അതിന് SHMന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിയപ്പെട്ട കൊച്ചി റിയാസിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് റിയാസിനെ പരിചയപ്പെടുന്നത് കൂടാതെ ഈ സംഘത്തിന്റെ ആദ്യത്തെ സീനിൽപ്പെട്ട പ്രിയപ്പെട്ട ഹാരിസിനെ 2 വാക്ക് ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് റിയാസിനെ ക്ഷണിക്കും. പ്രസിഡന്റ് പൊതുവിൽ എല്ലാ സാന്നിധ്യം കൊണ്ട് സന്തോഷവും അഭിമാനവും പങ്കുവയ്ക്കുന്ന ആളാണ്. ഉൽപ്പന്നങ്ങൾ എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ, മാഷ് പറഞ്ഞത് നമ്മുടെ മന്നാനിയുടെ ഓർമ്മകൾ നമുക്കൊന്ന് അയവിറക്കണമെന്നാണ്. മന്നാനിയ ബോർഡിംഗ് മദ്രസ ആരംഭിച്ചപ്പോൾ അതിൽ അഡ്മിഷൻ നമ്പറിൽ 7ാമത്തെ പേരാണ് എൻ്റെത്. ആദ്യത്തെ ബാച്ചിലെ 7ാമത്തെ വിദ്യാർത്ഥി. അവിടെ വെച്ച് മാഷിനെ ആദ്യമായി എന്ത് വിളിക്കണമെന്ന് പലരും ആലോചിച്ചപ്പോൾ മാഷ് എന്ന പദം ഉപയോഗിച്ച് സംബോധന ചെയ്തത് ഞാനാണ്. ആ മാഷ് എന്ന ആ വിളി 100 കണക്കിന് ശിഷ്യരിലൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ മുഴങ്ങുന്നതിനൊരു കാരണമാകാൻ കഴിഞ്ഞതിലുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി പങ്കുവച്ചുകൊണ്ട് ഈ ഹോപ്പ് വാലി ഫൗണ്ടേഷൻ, ഞാനൊരു സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് തവണ ഇത്തരം മക്കളുടെ അവസ്ഥയോർത്ത് വിഷമിച്ചിട്ടുള്ള ആളാണ്. ഒരു സാധാരണ പൊതുവിദ്യാലയത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് ഉൾപ്പെടെയുള്ളവർ അധ്യാപകരാണ് ഇവിടെ ഉണ്ട്. ഒരു സാധാരണ പൊതുവിദ്യാലയത്തിൽ ഒരു ഭിന്നശേഷി വിഭാഗത്തിലെ ഒരു കുട്ടിയെ കൊണ്ട് ചേർക്കുമ്പോൾ ആ കുട്ടി മൂലം, അതങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പോലും, ആ സ്കൂളിൽ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പക്ഷെ അധ്യാപകരായ ഞങ്ങൾക്കാർക്കും തന്നെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല
എങ്കിൽ പോലും അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, അതൊന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ ധാരാളം പ്രയാസങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഇത്തരം കുട്ടികളെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരുപാട് നല്ലതായിരുന്നു എന്ന് അധ്യാപകർ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോപ്പ് വാലി ഫൗണ്ടേഷന് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്ന തരത്തിൽ ഒരു മാതൃകാ പ്രവർത്തനം ആസൂത്രണം ചെയ്ത് ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രഥമാധ്യാപകൻ എന്ന നിലയിൽ കൂടിയുള്ള എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും കാണാനും നിങ്ങളുമായി സ്നേഹം പങ്കുവയ്ക്കുവാനും കഴിഞ്ഞതിലുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ മന്നാനിയ അലൂമിനിക്ക് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുവാൻ അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന പരിചയമില്ലെങ്കിൽ കൂടി SHMന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അനുജനെ പോലെ കൂട്ടത്തിൽ എല്ലാവരും മാഷെന്ന് വിളിക്കുന്ന പോലെ ഒപ്പം ചേർന്ന പ്രിയപ്പെട്ട റിയാസിനെ SHM മാനേജ്മെൻറ്റ് മാനേജിംഗ് ഡയറക്ടറാണ്. റിയാസ് ചെയ്ത ഒരു നന്മയുടെ ഔദാര്യമാണ്, നമ്മളോടൊപ്പം പാർട്ടാകുകയാണ്. റിയാസിനൊപ്പം ആരിഫുണ്ടോ, ആരിഫിനോടൊപ്പമുള്ള 3 പേരുണ്ട്. റിയാസിനെ സ്നേഹപൂർവ്വം ഒരു വാക്ക് ആശംസയിൽ നമ്മളെ SHM ഏറ്റെടുക്കുക. SHM നമ്മളോടൊപ്പം വരികയാണ്. ഒരു ബ്ലോക്ക് എടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് പ്രാവർത്തികമാക്കണം. ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ എന്ന രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണം. നിങ്ങളുടെ ക്യാമ്പസും നിങ്ങളുടെ മാനേജ്മെൻറ്റ് എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് മൊത്തം അവിടെ 30 ഏക്കർ ക്യാമ്പസും 2 lakh square feet ബിൽഡിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് ബ്ലോക്കും ഏത് സമയത്തും അവിടെ ഞങ്ങൾ എപ്പോഴും എന്ത് സൗകര്യത്തിനും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. മുന്നേ ലോഞ്ച് ചെയ്യപ്പെട്ട ഈ സംരംഭം നാട്ടിലും പൊതുസമൂഹത്തിനും അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു സ്കൂളായി മാറും, പ്രസ്ഥാനമായി മാറും. അല്ലാഹു സഹായിക്കട്ടെ. മന്നാനിയ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാഷിന് ചെറിയൊരു ഉപഹാരം കൊടുക്കാൻ വേണ്ടി നമ്മൾ നവും എല്ലാവർക്കും നന്മ ചെയ്യട്ടെ കൊണ്ട് പങ്കുവയ്ക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് ഭിന്നശേഷിക്കാരായ ആ കുട്ടികൾ, അവർ ഭിന്നശേഷിയുള്ളവരാണ്. ആർക്കെങ്കിലും ഒരു ഓർമ്മയെ സന്തോഷമുണ്ട്. എൻ്റെ ബാല്യകാല സുഹൃത്ത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ പീരിക്കണ്ണ് വിളിച്ചിട്ടുണ്ട്. സാർ ഒരു സ്നേഹം ഒരു വാക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വേണമല്ലോ. പരിചയമുള്ള രീതിയിലാണ് പെരുമാറുന്നത്. അത് തന്നെയാണ് അലി ദിവാനുദ്ദീൻ എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പുള്ളിയുടെ ആ ഒരു സ്നേഹവും ഇടപെടലും തന്നെ അവരുടെ വിദ്യാർത്ഥികളെയും ഇടപെടുന്ന സമൂഹത്തെയും എല്ലാം ഒന്നിച്ചു നിർത്തുന്നതിന് വളരെയേറെ സഹായിക്കും. നിങ്ങളുടെ നല്ല ഒരു ആശയമാണ്. ഞാനും ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഈ IID എന്ന് പറയുന്ന കുട്ടികളുടെ ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല വളരെ പ്രസക്തമായ ഒരു മേഖലയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പടച്ചതമ്പുരാൻ അതിന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ജിനിമോൻ്റെ ഒരടുത്ത സുഹൃത്താണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജിനിമോയ് നീ ഇത് വന്ന് കാണണം എന്നുദ്ദേശിച്ചായിരിക്കും എൻ്റെ കൂടെ വിളിക്കാറുണ്ട്. ഇവിടെ വന്നതിലും ഇത്തരത്തിലുള്ളൊരു മഹത് സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. ഈ നല്ല വേളയിൽ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സമാഷ് ഞങ്ങളുടെ കോളേജിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നു. ഈ ഫൗണ്ടേഷനെ കുറിച്ചും മാത്രമല്ല ഈ ഒരു കൂട്ടായ്മയും ബാക്കിയുള്ള കാര്യം. അപ്പം ഞാൻ കൗതുകത്തോടെ പല കാര്യങ്ങളും ഞാൻ കേട്ടിരുന്നു. ഈ മന്നാനിയെ കുറിച്ചും ഈ ഒരു നിങ്ങൾ ഒരു കൂട്ടായ്മയും എല്ലാം കേട്ടിരുന്നു. വളരെ കൗതുകത്തോട് കേട്ടതാണ്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഞങ്ങൾ ഇതിനെ കൂടെ തന്നെ പലയിടത്തും ഇതിനെക്കുറിച്ച് പറയുകയും പലരും ഇതിലേക്ക് വലിയ താല്പര്യപൂർവ്വം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ കൂട്ടായ്മ വിജയിപ്പിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് ഇഫ്താർ മന്നാനിയ ഓർമ്മകളുടെ ഇഫ്താറാണ്. ഫസ്റ്റ് ബാച്ചിൽ സുബേർ ഒരു മിനിറ്റ് ഈ ഒരു സായാഹ്നത്തിൽ സത്യത്തില് ഒരു അത്ഭുതത്തോട് മുഹമ്മദിന്റെ പ്രഭാഷണം വളരെ അത്ഭുതത്തോടുകൂടി ഞാൻ കേട്ടത്. കാരണം വളരെ വിഭിന്ന സ്വഭാവത്തിലുള്ള വിഭിന്ന പ്രകാരങ്ങളിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇതെന്ന് ഞാൻ അപ്പോൾ അത്ഭുതത്തോടെ ചിന്തിക്കുകയായിരുന്നു.
ഈ ഒരു ഹോപ്പ് വാലി ഫൗണ്ടേഷൻ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആരോഗ്യവകുപ്പിൽ പൊതുജനാരോഗ്യ പ്രവർത്തകനായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ നമുക്കറിയാം, നമ്മൾ പല മേഖലകളിലും പോകുമ്പോൾ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധികളെ കുറിച്ച് അവർ നമ്മളോട് പറയാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അത്തരം സംരംഭങ്ങൾ വിജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ നിർലോഭമായ പിന്തുണ കൊണ്ടാണ്. ഇവിടെ അതിശക്തമായ ഒരു അടിത്തറയാണ് ഈ ഒരു ഹോപ്പ് വാലി ഫൗണ്ടേഷന് ഈ SHMന്റെ ഒരു കോർപ്പറേഷനിലൂടെ ലഭിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മന്നാനിയയുടെ കൂട്ടായ്മയും അവരർത്ഥത്തിൽ ആ സംരംഭത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ ഒരു കൂട്ടായ്മയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെ, നോമ്പിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 5 മിനിറ്റും കൊണ്ട് വാങ്ങേണ്ട സമയത്തിന് അൽഹംദുലില്ലാ ഇവിടെ പലരും ഇനി പ്രസംഗിക്കാറുണ്ട്, പലരും നോമ്പ് പിടിച്ചതിൻ്റെ ഒരു ക്ഷീണത്തിലിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളെ ഹോപ്പ് വാലി ഫൗണ്ടേഷൻ എന്നത് ഇവിടെ പറഞ്ഞു ഫസ്റ്റ് പ്രോജക്റ്റാണ് പിന്നെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ഒരു സംരക്ഷണം നമ്മൾ. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, വിവിധ പദ്ധതികളാണ് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ പ്രായമായി വരുമ്പം നമുക്കെല്ലാം ഒരുമിച്ചിരുന്ന് താമസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ശരിക്കും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾപ്പെട്ട ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിഷാദ് ഇരിപ്പുണ്ട്, വളരെ ആക്റ്റീവായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് പുള്ളിക്കാരൻ്റെ ഒരു സൈഡ് തളർന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാര ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. ഈ ഹോപ്പ് വാലി ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള നമ്മൾ മന്നാനിയക്കാർ മുഴുവൻ അദ്ദേഹത്തിന് ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴ നാളെ പോയി കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുത്തിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെയും ഏറ്റെടുത്തുകൊണ്ട്, നമ്മൾ ഓരോരുത്തരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട്, നമ്മൾ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടുകൂടി, ഒരേ ഐക്യത്തോടുകൂടി, ഒരു കുടുംബമായിട്ട്, മന്നാനിയക്കാർ മാത്രമല്ല, ഹോപ്പ് വാലി ഫൗണ്ടേഷൻ ഒരു സിസ്റ്റം മന്നാനൂർ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെ 111 ആളുകളെ നമ്മൾ തുടക്കക്കാരാക്കിക്കൊണ്ട് എത്രത്തോളം ആളുകളെ ഉൾപ്പെടുത്താവുമോ അത്രത്തോളം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വേൾഡ് വൈഡ് വെബാക്കി തന്നെ ഈ ഹോപ്പ് വാലി ഫൗണ്ടേഷൻ നമ്മൾ സിസ്റ്റം കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. നമ്മളെ പരിശുദ്ധ റമളാനാണ്, ഈ റമളാൻ മാസത്തിൽ നമ്മൾ ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കും. അത് അള്ളാഹു അങ്ങനെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച നിയ്യത്ത്, കാര്യം നമ്മൾ അത്ഭുതകരമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ അവസ്ഥയിൽ തന്നെ നടക്കട്ടെ എന്ന് ഈ പരിശുദ്ധ റമളാന്റെ ഈ സമയത്ത് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഞാൻ പോയിട്ടില്ലടാ, ഞാൻ വരാം. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രമായി ഓരോരുത്തരും ഒരു ഘടകമായി ഒരു കാര്യത്തിന് പഠിച്ച ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ല ഒരു പഠിച്ച ഉദ്ദേശിച്ചു. നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഇദ്ദേഹത്തിന് നേരിട്ട് അറിയാം. നമ്മൾ സ്ഥലം മേടിച്ചായിട്ട് ബന്ധപ്പെട്ട് ഓഫീസ് മേടിക്കാൻ വലിയൊരു എക്സ്പ്രഷൻ ഉണ്ടാവാം. നമ്മളെ ലക്ഷ്യം ബിജെപി നല്ലതാണ്. എവിടേക്കോ റിയാസിനെ കണ്ടെത്തി, ആരിഫ് വന്നു, ടീമായി
അത് ചെറിയ പണിയല്ല, വലിയൊരു ബാധ്യതയാണ്. ബാധ്യതയല്ല, വലിയൊരു ഉത്തരവാദിത്വമാണ്. അതനുസരിച്ച് ഒരു മാസ്റ്റർ പ്ലാനിലൂടെ തയ്യാറാക്കണം. അനിപ്പടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ഇരിക്കാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തിരിക്കണം. ഏറ്റവും വലിയ സൗകര്യം അംശത്തെ കാണാൻ പറ്റില്ല. ചെറുതല്ല ഹാരിസ് വിളിച്ചത്. ഞാൻ കറങ്ങത്തില്ല. ചിരിച്ചോണ്ട് തുടിച്ചു നോക്കട്ടോ. ഇവിടെ ഓക്കെ നിയാസിന്റെ കൂടെ ഈ പരിചയപ്പെടുത്തില്ല, എനിക്കറിയില്ല ആളെ പാട്ടില്ലേ. എടുത്ത് ഞാൻ എടുത്തു. വീണ്ടും വീഡിയോ നിങ്ങൾ കഴിപ്പിച്ചോണ്ടല്ലേ എനിക്ക് മുത്തം കൊടുത്താൽ കിട്ടിയില്ല. വർക്കത്തുണ്ടോ മുമ്പ് നമ്മുടെ പയ്യന്മാരാണ് നമുക്ക് കാര്യം പോലെ കാരണവന്മാരാണ് ഇവിടത്തേക്ക്. ഗ്യാസ് ഔട്ടാണ്. ഞങ്ങള് നമ്മുടെ ക്യാമ്പ് ടീമാണ് ഉള്ളത് കൊണ്ട് അതൊന്നും റാഹത്ത് കഴിക്കും. നിന്റെ കൈക്കൊണ്ടേം പോലെ തീർത്തു കൊടുക്കും. ഇത് മന്നാരി ഫുഡാണ്, വേറെ അഡീഷണൊന്നും ഇല്ല. ഉള്ളത് കൊണ്ട് ഇല്ല. ഒരു പ്ലേറ്റ് കരണ്ടോ ഇത് റയർ പിക്ചറാണ്. ഷർണാസാണ് മെനിയുടെ ലാസ്റ്റ് ഷോട്ടാണ്. ഫോട്ടോ ഫിലിം തീർന്നു. നമുക്കൊരു ടൂർ അറേഞ്ച് ചെയ്യാം.
ശരിയല്ല, ഞാൻ ആഗ്രഹിച്ച കണക്ക് തന്നെ നമ്മൾ അവിടെ പറഞ്ഞാൽ പോയിട്ട് പറയാം ഞാൻ വന്നിട്ടുണ്ട്. ഇസ്വലിൽ വന്നിട്ടുണ്ട്. അവിടെ നമ്മളെ ബക്കർക്ക അതെ ബക്കർക്ക നല്ല ബക്കർക്കാണ് ഇപ്പോൾ ഒരു സാബിത്തുണ്ട്. സാബിത്തന്റെ ഫ്രണ്ടാണ് ഞാൻ പറയാം ചെയ്യാം. സാബിത്തിനോടും ബക്കർക്കാനോടും പറയാം. ഒരു ദിവസം വന്നാലും അതിന്റെ സമയം അറിയാം. നമ്മൾ ഒരുമിച്ച് പോകും. അല്ലല്ല പോകണം. അതൊരു മൂവാണ് അവിടെ പഠിച്ചത്. വെള്ളം കുറവാണ്. തങ്ങളെ ചായ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കാം. വീഡിയോ എടുക്കാം. എങ്ങനെ സംസാരിക്കണം? ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ പിന്നെ നമ്മളെ അള്ളാഹു അല്ല പ്രവർത്തന സജ്ജമായി വരും. ദൂരത്തിൽ ക്ലാസ് ഉണ്ട്.